ഈ ഇലക്ഷനുകളും മറ്റെല്ലാ സംഗതികളും നടക്കുന്ന സമയത്ത് നമ്മുടെ മുന്നിൽ തെളിഞ്ഞു നിൽക്കുന്ന ഒരു ചോദ്യം, ആർക്കാണ് അന്തിമ വിജയം എന്നുള്ളതാണ്. അധികാരത്തിന് വേണ്ടി ഇരുന്നവർക്കാണോ അന്തിമ വിജയം എന്നുള്ളത്? ഈ സമയത്ത് എന്റെ പ്രിയപ്പെട്ട സ്നേഹജനങ്ങളോട് ഞാൻ പരിശുദ്ധ ഖുർആനിലെ ഒരു കഥ പറയാൻ ഉദ്ദേശിക്കുകയാണ്. പരിശുദ്ധ ഖുർആൻ മുന്നോട്ട് വെക്കുന്ന കഥകൾ രണ്ട് രൂപത്തിലാണ്. ഒരു കഥ എന്ന് പറയുന്നത് അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് അവരെ പോലെ ജീവിക്കാൻ വേണ്ടി നമ്മളെ പഠിപ്പിക്കുന്ന കഥയാണ്. എന്നാൽ രണ്ടാമത്തെ കഥ എന്ന് പറയുന്നത് ആ കഥകളിൽ നിന്ന് ഗുണപാഠം ഉൾക്കൊണ്ടുകൊണ്ട് അതുപോലെ ജീവിക്കരുത് എന്ന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കഥകളുമാണ്. ഇങ്ങനെ പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഖസസ് എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ അതിമനോഹരമായ ഒരു കഥ ഇവിടെ പറഞ്ഞു വെക്കുന്നുണ്ട് പരിശുദ്ധ ഖുർആനിലൂടെ. മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലത്ത് ജീവിച്ചിരുന്ന മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സഹോദരനായ ഖാറൂനിനെ കുറിച്ച് പറയുന്ന അതിവിശാലമായ അധ്യായമാണ് സൂറത്തുൽ ഖസസ് എന്ന് പറയുന്നത്. ഖാറൂനിന്റെ ചരിത്രം നമുക്കെല്ലാവർക്കും അറിയുന്നതാണ്. മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മുന്നിലോട്ട് ചെന്നുകൊണ്ട് പറഞ്ഞത്, അല്ലയോ മൂസ, എനിക്ക് ജോലിക്ക് പോകണം, എനിക്ക് ഇൽമു പഠിക്കണം, എനിക്ക് ഇബാദത്ത് ചെയ്യണം. ഞാൻ അങ്ങനെ ജോലിക്ക് പോകുന്ന സമയത്ത് എനിക്ക് ഇബാദത്ത് ചെയ്യാൻ പറ്റുന്നില്ല, എനിക്ക് ഇൽമു പഠിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് അങ്ങ് അള്ളാഹുവിനോടൊന്ന് ദുആ ചെയ്യണം. എന്താണ് ഞാൻ അങ്ങക്ക് വേണ്ടി ദുആ ചെയ്യേണ്ടത്? ആ സമയത്താണ് ഖാറൂനിന്റെ മറുപടി വരുന്നത്, എനിക്ക് സമ്പത്തുണ്ടാകാൻ വേണ്ടി അങ്ങ് അള്ളാഹുവിനോട് ദുആ ചെയ്യണം. അങ്ങനെ എനിക്ക് സമ്പത്തുണ്ടായാൽ എനിക്ക് പിന്നെ ജോലിക്ക് പോവേണ്ട ആവശ്യമില്ല. ആ സമയം കൂടി അള്ളാഹുവിന് വേണ്ടി ഇബാദത്ത് ചെയ്യാൻ എനിക്ക് സാധിക്കും. ആ സമയം കൂടി അള്ളാഹുവിന് വേണ്ടി ആരാധനയിൽ മുഴുകാൻ എനിക്ക് സാധിക്കും. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മൂസ എനിക്ക് വേണ്ടി ദുആ ചെയ്യണം. ആ സമയത്താണ് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം മറുപടി കൊടുക്കുന്നു, വേണ്ട മോനെ, വേണ്ട, നിനക്കതിൽ ഖൈറില്ല, നിനക്കതിൽ ഖൈറില്ല മോനെ, വേണ്ട. പക്ഷെ ഖാറൂൻ വിടുന്നില്ല. വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ട് മൂസാ നബിയോട് ഇതേ ആവശ്യം ഉന്നയിക്കുന്ന സമയത്ത് അവസാനം മനസ്സോടുകൂടി മൂസാ നബി അലൈഹിസ്സലാം ദുആ ചെയ്യുന്നു. തൽഫലമായി ഖാറൂനിന്റെ സമ്പത്തിൽ വലിയ വർധന വരുന്നു. ഒട്ടകക്കൂട്ടങ്ങളുടെ ഉടമയാകുന്നു. ഈജിപ്ത് എന്ന് പറയുന്ന നഗരത്തെ തന്നെ വാങ്ങാൻ കൽപ്പുള്ള രൂപത്തിലുള്ള വലിയ ധനാഢ്യനായി മാറുന്നു. ഖാറൂനിന്റെ നിധിശേഖരത്തിന്റെ താക്കോല് സൂക്ഷിക്കുന്നതിന് വേണ്ടി മാത്രം, ആ താക്കോല് ഏറ്റി നടക്കുന്നതിന് വേണ്ടി മാത്രം എത്രയോ ഒട്ടകങ്ങൾ വേണ്ടിയിരുന്നു എന്ന് ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട്. എന്തിനാണ് ഞാൻ ഈ ചരിത്രം ഓർമ്മപ്പെടുത്തിയത്? നമ്മുടെ മുന്നിലോട്ട് വരുന്ന ചില അധ്യാപനങ്ങളിലൂടെ നിങ്ങളുടെ മനസ്സിനെ സഞ്ചരിച്ചു കൊണ്ടുപോകുന്നതിന് വേണ്ടിയാണ്. അങ്ങനെ എല്ലാ സമ്പത്തും കയ്യിലായപ്പോൾ, എല്ലാ അധികാരവും കയ്യിലായപ്പോൾ, തനിക്ക് ഒരുപാട് സേവകരായപ്പോൾ ആ ഖാറൂൻ എന്ന് പറയുന്ന മനുഷ്യൻ അഹങ്കാരിയായി തീർന്നു. ഖാറൂൻ എന്ന് പറയുന്ന മനുഷ്യൻ അഹങ്കാരിയായി തീർന്നു. അദ്ദേഹത്തിന് മുന്നിൽ അല്ലാഹു ഇല്ലാതെയായി മാറി, ഇബാദത്തിന് സമയം കിട്ടാതെയായി മാറി. എന്തിനാണ് ഇബാദത്ത് ചെയ്യുന്നത്? എന്തിനാണ് ആരാധനകളിലേക്ക് മുഴുകുന്നത്? അതിന്റെ ഒന്നും ആവശ്യമില്ല എന്ന ചിന്തയിലേക്ക് വന്നു. അങ്ങനെ അഹങ്കാരത്തിന്റെ കൊടുമുടി താണ്ടിയ ഈ ഖാറൂൻ എന്ന് പറയുന്ന മനുഷ്യൻ ഒരു ദിവസം ഒരു തീരുമാനം എടുക്കുകയാണ്. എന്താണ് അദ്ദേഹം എടുക്കുന്ന തീരുമാനം? പരിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ്, ഫഖറജ അലാ ഖൗമിഹി ഫീ സീനതിഹി. എന്താണ് ആ പറഞ്ഞതിന്റെ അർത്ഥം? തന്റെ സീനത്ത് എത്രയാണ്, തന്റെ പ്രതാപങ്ങൾ എത്രയാണ്, തന്റെ സമ്പത്തുകൾ എത്രയാണ്, തന്റെ അധികാര പരിധി എത്രയാണ് എന്ന് കാണിക്കുന്നതിന് വേണ്ടി ഖാറൂൻ ജനങ്ങളുടെ ഇടയിലേക്കൊന്ന് ഇറങ്ങിച്ചെല്ലുകയാണ്. അങ്ങനെ ഖാറൂൻ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് ആ നഗരങ്ങളിലൂടെ, ഗ്രാമങ്ങളിലൂടെ ഖാറൂനിന്റെ സമ്പത്തിന്റെ വ്യാപ്തിയെ ഇങ്ങനെ പരസ്യപ്പെടുത്തിയ സമയത്ത് ഈമാൻ എവിടെയൊക്കെയോ നീങ്ങിപ്പോയ ചില മനുഷ്യർ, ദുനിയാവിനോട് ആഗ്രഹം ഒഴുകിയതായ ചില മനുഷ്യർ അവിടെ പറയുകയുണ്ടായി, ദുനിയാവിനോടുള്ള സ്നേഹത്തെ, ദുനിയാവിനോടുള്ള ജീവിതത്തെ, ദുനിയാവിലുള്ള സുഖ സൗകര്യങ്ങളെ എല്ലാത്തിന്റെയും അപ്പുറത്തായി കാണുന്ന ചില മനുഷ്യർ പറയുകയാണ്, ഖാറൂന് ലഭിച്ചിരുന്നത് പോലെയുള്ള സൗഭാഗ്യങ്ങൾ നമുക്കൊന്ന് ലഭിച്ചിരുന്നെങ്കിൽ എന്നവരാലോചിച്ചു പോവുകയാണ്, എന്നവരിങ്ങനെ സ്വയം പറഞ്ഞു പോവുകയാണ്. പലപ്പോഴായി നമ്മുടെ ചിന്തകളിലേക്ക് വരുന്ന ചില പാഠങ്ങളാണ്. ദുനിയാവിലൂടെ നല്ല സുഖത്തിലൂടെ നടക്കുന്ന ചില ആളുകളെ കാണുമ്പോൾ നമ്മുടെ ഖൽബിലും വരികയാണ്, ഖാറൂനിന് ലഭിച്ച
ലഭിച്ചതുപോലെയുള്ള നിഅമത്തുകൾ എനിക്ക് ലഭിച്ചിരുന്നെങ്കിൽ, ആ മനുഷ്യന് ലഭിച്ചിരുന്നത് പോലത്തെ വീട് എനിക്കുണ്ടായിരുന്നെങ്കിൽ, ആ മനുഷ്യനുണ്ടായിരുന്നത് പോലത്തെ വാഹനങ്ങൾ എനിക്കുണ്ടായിരുന്നെങ്കിൽ, ആ മനുഷ്യന്റെ ഇതുപോലത്തെ ആരോഗ്യം എനിക്കുണ്ടായിരുന്നെങ്കിൽ, ഇവരിങ്ങനെ പറഞ്ഞ് ഖാറൂനിന്റെ ജീവിതത്തെ ഇങ്ങനെ ആസ്വദിക്കുകയാണ്. ഈ രൂപത്തിലുണ്ടായിക്കൊള്ളട്ടെ, ഇങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ എത്ര നല്ല കാര്യമായിരുന്നു എന്നിങ്ങനെ ആലോചിക്കുമ്പോഴാണ് അവിടെ വരുന്നത് അതേ ആ സമുദായത്തിൽ ഉണ്ടായിരുന്ന, ആ സമുദായത്തിൽ അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ പിന്തുടർന്ന് ജീവിച്ചിരുന്നവരായ ഒരു കൂട്ടം മനുഷ്യർ പറയുകയാണ്, വൈലക്കും നിങ്ങൾക്ക് നാശമാണേ, സവാബുല്ലാഹി ഖൈറുൻ ലിമൻ ആമന വഅമില സാലിഹാ. ഖാറൂനിന്റെ ജീവിതത്തിന്റെ സുഖാഡംബരങ്ങൾ കണ്ടുകൊണ്ട്, സമ്പത്ത് കണ്ടുകൊണ്ട്, ഇതാണ് ഏറ്റവും മനോഹരമായ ജീവിതം എന്ന് ആഗ്രഹിച്ചുകൊണ്ട്, യാ ലൈത ലനാ, ഖാറൂനിനുണ്ടായിരുന്നത് പോലത്തെ സുഖങ്ങളൊക്കെ ഞങ്ങൾക്കുണ്ടായിരുന്നെങ്കിൽ എന്ന് ആലോചിച്ച് എന്ന് ആഗ്രഹിച്ചിരുന്ന മനുഷ്യരോട് പറയുകയാണ്, വൈലക്കും നിങ്ങൾക്ക് നാശമാണേ. എന്നിട്ട് പറഞ്ഞതെന്താണ്? സവാബുല്ലാഹി ഖൈറുൻ ലിമൻ ആമന വഅമില സാലിഹാ. ആഖിറമാകുന്ന ലോകത്ത് അല്ലാഹുവിന്റെ നിഅമത്തുകളുണ്ട്, ആ ലോകത്ത് അല്ലാഹുവിന്റെ പ്രതിഫലങ്ങളുണ്ട്. ആ പ്രതിഫലങ്ങൾ തിട്ടപ്പെടുത്തി കൊടുക്കുന്നത് ദുനിയാവിലെ സുഖാഡംബരത്തിൽ ജീവിച്ചവനല്ല, ദുനിയാവിന്റെ അധികാരത്തിൽ അഹംബദിച്ചുകൊണ്ട് നടന്നവനല്ല, മറിച്ച് ആർക്കാണ്? ലിമൻ ആമന വഅമില സ്വാലിഹാ, അല്ലാഹുവിൽ വിശ്വസിച്ച മനുഷ്യർക്കാണ്, അല്ലാഹുവിൽ വിശ്വസിച്ചുകൊണ്ട് സൽക്കർമ്മങ്ങൾ ചെയ്ത മനുഷ്യർക്കാണ്. എന്നിട്ടാണ് പ്രസക്തമായ വാചകം പറയുന്നത്, ഇങ്ങനെ ആഖിറത്തിലുള്ളതായ നിഅമത്തുകൾ നിങ്ങൾക്ക് ലഭിക്കണോ, ഇങ്ങനെ ആഖിറത്തിലുള്ളതായ സുഖങ്ങൾ നിങ്ങൾക്ക് ലഭിക്കണോ. വലാ യുലഖാഹാ ഇല്ല സ്വാബിറൂൻ. ദുനിയാവിൽ മറ്റുള്ള ജനങ്ങൾക്ക് കിട്ടുന്ന ഓരോ നിഅമത്തുകളും കാണുന്ന സമയത്ത് ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് ക്ഷമ വരുന്നുണ്ടോ? ഹൃദയാന്തരങ്ങളിൽ ക്ഷമയുടെ പതാകയെ പറത്താൻ നമുക്ക് കഴിയുന്നുണ്ടോ? ഈ കാണുന്ന സുഖങ്ങളെല്ലാം മരണത്തോടുകൂടി നിൽക്കാനുള്ളതാണ്, ഈ അധികാരങ്ങളൊന്നും ശാശ്വതമല്ല എന്ന ചിന്ത നിന്റെ ഹൃദയത്തിന്റെ ഉള്ളിലോട്ട് വന്നുകൊണ്ട് നിനക്ക് ക്ഷമയോടുകൂടെ നിൽക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ, വലാ യുലഖാഹാ ഇല്ല സ്വാബിറൂൻ, അങ്ങനെ നീ ക്ഷമിച്ചുകൊണ്ട് ജീവിക്കുകയാണെങ്കിൽ ഈ നിഅമത്തുകൾ ആഖിറത്തിലുള്ള സവാബുകൾ നിനക്കാണ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ ദുനിയാവിലുള്ള വിജയങ്ങളല്ല, ദുനിയാവിലുള്ള അധികാരത്തിന്റെ കസേരകളോ പണത്തിന്റെ പ്രൗഢികളോ അല്ല നമ്മുടെ ജീവിതത്തിന്റെ വിജയത്തെ തീരുമാനിക്കുന്നത്. ഈ വിജയം 5 കൊല്ലം കൊണ്ട് അവസാനിക്കാനുള്ളതാണെങ്കിൽ ഖാറൂൻ അഹങ്കരിച്ചതുപോലെ ഖാറൂൻ എല്ലാ നിലക്കും അഹങ്കരിച്ചു. അവസാനം ഖാറൂന് ലഭിച്ച വിജയം എന്താണ്? സൂറത്തുൽ ഖസസിലൂടെ ഓർമ്മപ്പെടുത്തുന്നില്ലേ? ധനാഢ്യനായ അഹങ്കാരിയായി നടക്കുന്ന ഖാറൂനിനെ ഭൂമി വിഴുങ്ങുകയാണ്. ഖാറൂനിനെ മാത്രമാണോ അല്ല, അദ്ദേഹത്തിന്റെ വീടിനെ വിഴുങ്ങുകയാണ്, അദ്ദേഹത്തിന്റെ സമ്പത്തുകൾ വിഴുങ്ങുകയാണ്. മലയാളികളായ നമുക്ക് എങ്ങനെയാണ് സമ്പത്തിനെ ഭൂമി വിഴുങ്ങുന്നത് എന്ന് വഴല് പറഞ്ഞ് തരേണ്ടതില്ലല്ലോ. കഴിഞ്ഞ പ്രളയകാലങ്ങളിൽ എത്ര ധനികരാണ് പാമരന്മാരായി മാറിയത്, എത്രയെത്ര കൊട്ടാരങ്ങളാണ് ഭൂമി വിഴുങ്ങിക്കളഞ്ഞത്, എത്രയെത്ര സ്വപ്നങ്ങളുടെ മുകളിലൂടെയാണ് വെള്ളം ഒഴുകിപ്പോയത്. ആ നിലക്ക് അല്ലാഹു ഖാറൂനിനെ ഈ ലോകത്ത് ഖാറൂനിന്റെ അധ്യാപനങ്ങളെ, ഖാറൂനിന്റെ അധ്യായത്തെ അവസാനിപ്പിക്കുന്നു. ഈ സമയത്താണ് ഒരു ചോദ്യം ചോദിക്കട്ടെ പ്രിയപ്പെട്ട മുഅ്മിനേ, എല്ലാം കൈക്കലൊതുക്കിയെന്ന് വിചാരിച്ച ഖാറൂനിന്റെ അവസാനം ഇങ്ങനെയാണെങ്കിൽ ആർക്കാണ് അന്തിമ വിജയമുള്ളത്? 5 വർഷത്തെ അധികാരത്തിലോ ചെയ്തു കൂട്ടിയെടുക്കുന്ന സമ്പത്തിലോ അല്ല വിജയം എന്ന് പറയുന്നത്. ആർക്കാണ് അന്തിമ വിജയമുള്ളത്? പരിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തട്ടെ, തിൽക്കദ്ദാറുൽ ആഖിറ, ആഖിറമാകുന്ന അല്ലാഹുവിന്റെ രാജസന്ന
സംഗതിയിൽ അതിമനോഹരമായ ഭവനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്, അതിമനോഹരമായ അറ്റ്മോസ്ഫിയർ ഒരുക്കി വെച്ചിട്ടുണ്ട്. ആനന്ദത്തിന്റെ ലോകം അവിടെയുണ്ട്, മനോഹാരിതയുടെ ലോകം അവിടെയുണ്ട്. ആർഭാടത്തിന്റെ അങ്ങേയറ്റത്തെ അധ്യായം അവിടെ അള്ളാഹു ഒരുക്കി വെച്ചിട്ടുണ്ട്. ആർക്കാണിതെല്ലാം ഒരുക്കി വെച്ചത്? നജ്അലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലൂവൻ ഫിൽ അർളി വലാ ഫസാദാ. നജ്അലുഹാ ആഖിറമാകുന്ന ഈ ലോകത്ത്, ആ ലോകത്ത് എല്ലാ നിഅമത്തുകളെയും അല്ലാഹു സംവിധാനിച്ചു വെച്ചതാർക്കാണ്? ലില്ലദീന ലാ യുരീദൂന ഉലൂവൻ ഫിൽ അർളി വലാ ഫസാദാ. അതേ ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കാത്തവൻക്കാണ്. അധികാരത്തിന് വേണ്ടി ഭൂമിയെ തന്റെ കൈക്കൽ ഒതുക്കണം എന്ന് വിചാരിക്കാത്തവൻക്കാണ്. താൻ വലിയ അധികാരിയാണ്, താൻ വലിയ ധനികനാണ്, ഞാൻ വലിയ പ്രമാണിയാണ്, എന്നെ ചോദ്യം ചെയ്യാൻ ആരും വരാൻ പാടില്ല, എന്നെ ചോദ്യം ചെയ്യാൻ ആരും വരാൻ പാടില്ല എന്ന് പറഞ്ഞ് ജീവിക്കുന്ന മനുഷ്യരുണ്ടല്ലോ, അവർക്കല്ല കേട്ടോ അന്തിമ വിജയം എന്ന് പറയുന്നത് അള്ളാഹുവിനെ പേടിക്കുന്ന മനുഷ്യർക്കാണ്, അള്ളാഹുവിനെ പേടിക്കുന്ന മനുഷ്യർക്കാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, എത്രയെത്ര രാത്രികളാണ് നമ്മൾ ഈ ഇലക്ഷന് വേണ്ടി ചിലവഴിച്ചു വെച്ചത്. എന്നാൽ ബുദ്ധിയുള്ള മനുഷ്യരെ ചിന്തിക്കുക, ചിന്തിക്കുക. ഈ വിജയത്തിന്റെ അപ്പുറത്തേക്ക് കാലാകാലം നിലനിൽക്കുന്നതായ ഒരു ലോകത്തിന്റെ വിജയത്തിന് വേണ്ടി എന്തെല്ലാമാണ് നമ്മൾ ഒരുക്കി വെച്ചിട്ടുള്ളത്. അവിടെ ഒരുക്കി വെക്കാൻ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ചെയ്തത്. അതുകൊണ്ട് നമുക്കൊക്കെ ഒന്ന് ബുദ്ധിയുള്ള മനുഷ്യരായി കൂടെ. തഫക്കറൂ, ഈ ദുനിയാവിൽ നിന്ന് ആഖിറത്തിലേക്കൊന്ന് ചിന്തിക്കാൻ വേണ്ടി തയ്യാറാകണേ. അതുകൊണ്ട് എന്റെ സ്നേഹജനങ്ങളോട് സ്നേഹത്തോടു കൂടെ ഓർമ്മപ്പെടുത്തട്ടെ, എന്റെ പ്രിയപ്പെട്ട സ്നേഹജനങ്ങളോട് സ്നേഹത്തോടുകൂടെ ഓർമ്മപ്പെടുത്തട്ടെ, നമ്മളെല്ലാം സ്ഥാനാർത്ഥികളാണ്. ഞാനും നിങ്ങളുമെല്ലാം സ്ഥാനാർത്ഥികളാണ്. നമ്മളെല്ലാം സ്ഥാനത്തിന് ആർത്തി കാണിക്കേണ്ടവരാണ്. ഏതാണ് നമ്മൾ ആർത്തി കാണിക്കേണ്ട സ്ഥാനമെന്നറിയോ? അത് ദുനിയാവിൽ കിട്ടുന്ന ഒരു കസേരക്ക് വേണ്ടിയിട്ടല്ല, ദുനിയാവിലെ ഏതെങ്കിലും രൂപത്തിലുള്ള ഒരു കസേരക്ക് വേണ്ടിയിട്ടല്ല, മറിച്ച് നമുക്കൊരു സ്ഥാനത്തോട് അതിയായ ആർത്തി വേണേ. ഏതാണ് ആ സ്ഥാനം എന്നറിയോ? അല്ലാ, ലോകത്തിന്റെ നേതാവായ സയ്യിദുൽ വജൂദായ അക്റമുൽ ഖൽഖായ അഷ്റഫുൽ ഖൽഖായ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തൊട്ടപ്പുറത്തിരിക്കുന്ന ഒരു കസേര, ആ കസേരയിലുള്ള ഒരു സ്ഥാനത്തിലോട്ട് ആർത്തി വേണേ. അല്ലാഹു ഒരുക്കി തയ്യാറാക്കി വെച്ചിരിക്കുന്ന സ്വർഗം, ആ സ്വർഗത്തിൽ ഒരുപാട് കസേരകളുണ്ട്, എണ്ണിയാൽ തീരാത്ത കസേരകളുണ്ട്. ആ കസേരയിൽ ഇരിക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള ഒരു സ്ഥാനത്തിലേക്കുള്ള ആർത്തി വേണേ. ആ സ്ഥാനത്ത് വിജയിക്കാനുള്ള ആർത്തിയാണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, 5 വർഷത്തെ അധികാരം നിലനിർത്തുന്നതിന് വേണ്ടി നമ്മൾ എന്തെല്ലാം ചെയ്തു കൂട്ടി, എത്ര രാത്രികളെ പകലുകളാക്കി, എത്ര മനുഷ്യരുടെ വീടിന്റെ അടുക്കളയിലേക്ക് കയറി ചെന്നു, ഏതെല്ലാം കവലകളിൽ നമ്മൾ പ്രസംഗിച്ചു, ഏതെല്ലാം വീടുകളുടെ അടുക്കളയിലേക്ക് നമ്മൾ കയറി ചെന്നു. ഇങ്ങനെ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്തത്. ഇന്നേവരെ മിണ്ടാത്ത മനുഷ്യരോട് നമ്മൾ മിണ്ടി, ഇന്നേവരെ ചിരിക്കാത്ത മനുഷ്യരോട് നമ്മളൊന്ന് ചിരിച്ചു. നാലാള് കാണുന്നൊരു ചുമര് കണ്ടാൽ നമ്മുടെ സ്ഥാനാർത്ഥിയുടെ പോസ്റ്റർ നമ്മൾ അതിൽ ഒട്ടിച്ചു വെച്ചു, അവിടെ നമ്മൾ ചുമരെഴുതി വെച്ചു. എന്നാൽ നമുക്ക് നല്ലൊരു പോസ്റ്റർ ഒട്ടിച്ചു വെക്കണ്ടേ? ചിരിച്ചു നിൽക്കുന്ന നല്ലൊരു പോസ്റ്റർ ഒട്ടിച്ചു വെക്കണം നമുക്ക്. എവിടെയാണ് നമ്മൾ ആ പോസ്റ്റർ ഒട്ടിച്ചു വെക്കേണ്ടത്? കവലകളിലല്ല, അങ്ങാടികളിലല്ല, നമ്മുടെ വീടിന്റെ ചുമരുകളിലല്ല, മറിച്ച് എവിടെയാണ് നമ്മൾ ആ പോസ്റ്റർ ഒട്ടിച്ചു വെക്കേണ്ടത്? അതേ, ആ സ്ഥാനാർത്ഥിത്വത്തിലേക്ക് നമ്മളെ നിർണയിക്കുന്ന അല്ലാ, ആ റബ്ബ് നോക്കുന്ന ഹൃദയത്തിൽ നമുക്ക് ചിരിച്ചുകൊണ്ടുള്ളൊരു
കൊണ്ടുള്ളൊരു പോസ്റ്റർ ഒട്ടിച്ചു വെക്കാൻ കഴിയണം, സൽക്കർമ്മങ്ങളെ കൊണ്ടുള്ളൊരു പോസ്റ്റർ ഒട്ടിക്കാൻ കഴിയണം. അത് ചിരിച്ചുകൊണ്ടുള്ള പോസ്റ്റർ ആകണം, കിബറില്ലാതെ ഉജ്ബില്ലാതെ നല്ല റാഹത്തോടുകൂടി. ഇന്നല്ലാഹ യൻദുറു ഇലാ ഖുലൂബിക്കും, അല്ലാഹു നിങ്ങളുടെ ഹൃദയത്തിലേക്കാണല്ലോ നോക്കുന്നത്. ആ ഹൃദയത്തിൽ അതിമനോഹരമായ ഒരു പോസ്റ്റർ ഒട്ടിക്കാൻ പറ്റണം. അതിനുവേണ്ടി ഒരുപാട് രാവുകൾ നമ്മൾ പകലാക്കണം, ഒരുപാട് തഹജ്ജുദുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരണം. മിണ്ടാത്ത ആളുകളോട് നമ്മൾ പോയി മിണ്ടണം. കവലകൾ കയറി ഇറങ്ങിയതുപോലെ നമ്മൾ അല്ലാഹുവിന്റെ ഭവനത്തിലേക്ക് കയറി ഇറങ്ങിക്കൊണ്ട് നിസ്കാരങ്ങൾ നിലനിർത്തി പോകണം. ഇങ്ങനെ ചെയ്തുകൊണ്ട് യജമാനന്റെ രാജാവിന്റെ രാജസന്നദ്ധിയിൽ ഇരുട്ടിരിക്കുന്ന കസേര, ആ കസേരയിലേക്കുള്ള സ്ഥാനാർത്ഥികളായ നമുക്കവിടെ വിജയിക്കാൻ കഴിയണം. അല്ലാഹുവേ, നിന്റെ രാജസന്നദ്ധിയിലുള്ള ആ സ്ഥാനത്തിലേക്കുള്ള അതിയായ ആർത്തി ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് നൽകണം അല്ലാ. ഇനിയൊന്ന് കൽബിലേക്കൊന്ന് ചിന്തിക്കണം മുഅ്മിനേ, എവിടെയാണ് അവസാനത്തെ വിജയം എന്ന് പറയുന്നത്? ഇലക്ഷനിന്റെ പ്രവർത്തനങ്ങളെല്ലാം നല്ലതാണ്, എന്നാൽ അതിന്റെ അപ്പുറത്ത് നഫ്സി 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 എന്ന് പറയുന്ന ലോകത്തേക്കുള്ള പ്രവർത്തനങ്ങളെ കൂടി നമ്മൾ ചിട്ടപ്പെടുത്തിയെടുക്കണേ. അല്ലാഹുവേ, ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം അല്ലാ. ഇതാണ് യഥാർത്ഥ വിജയം. 5 വർഷത്തെ വിജയമല്ല നമുക്ക് വേണ്ടത്, നമുക്ക് കാലാകാലം നിലനിൽക്കുന്ന വിജയം വേണം. അതുകൊണ്ട് ഇലക്ഷനിലൊക്കെ ആയാത്തുൽ ഉലിൽ അൽബാബ്, ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട്. ഇതിലൊക്കെ നമുക്ക് ചിന്തിക്കാനുള്ള ദൃഷ്ടാന്തങ്ങളുണ്ട്. റിസൾട്ട് അറിഞ്ഞിട്ട് വേണം നമുക്ക് തെരുവോരങ്ങളിലൂടെ വിജയാഹ്ലാദ പ്രകടനങ്ങൾ നടത്താൻ. എന്നാൽ എന്റെ പ്രിയപ്പെട്ട മനുഷ്യരെ, നമ്മുടെ വിജയാഹ്ലാദ പ്രകടനങ്ങൾ നമ്മൾ നടത്തേണ്ടത് ഏതാനും മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന, ഏതെങ്കിലും ദിവസം നീണ്ടു നിൽക്കുന്ന തെരുവോരങ്ങളിലൂടെയല്ല നമ്മുടെ വിജയാഹ്ലാദ പ്രകടനങ്ങൾ നമ്മൾ നടത്തേണ്ടത്. മറിച്ച് ഓരോ സ്ഥാനാർത്ഥിയും വിജയാഹ്ലാദ പ്രകടനങ്ങൾ നടത്തേണ്ടത് തനിക്ക് വോട്ട് ചെയ്ത ഓരോ വോട്ടറുടെയും ഹൃദയത്തിന്റെ ഉള്ളിലാണ്. അടുത്ത 5 വർഷത്തോളം നീണ്ടു നിൽക്കുന്ന പ്രവർത്തനങ്ങളിൽ ആ വോട്ടർ തൃപ്തിപ്പെടുത്താനുള്ളതായിരിക്കണം ഓരോ വിജയാഹ്ലാദ പ്രവർത്തനവും. അതാണ് ഞാൻ ആമുഖത്തിൽ ഓർമ്മപ്പെടുത്തിയത്. റിസൾട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ ഏത് നിറത്തിലുള്ള ലഡുവാണ് കൊടുക്കേണ്ടത് എന്ന് പോലും ഓർഡർ ചെയ്ത് വെച്ചിരിക്കുകയാണ് നമ്മൾ. അങ്ങനെ ഓർഡർ ചെയ്ത് വെച്ചിരിക്കുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ വിജയാഹ്ലാദ പ്രകടനങ്ങൾക്കെല്ലാത്തിന്റെയും അപ്പുറത്തുള്ളത് മനുഷ്യത്വം എന്ന് പറയുന്ന ഒന്നുണ്ട്. മാനുഷിക ബന്ധങ്ങൾക്ക് അപ്പുറത്തല്ല ഒരു വിജയാഹ്ലാദ പ്രകടനവും എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് വിജയാഹ്ലാദ പ്രകടനങ്ങൾ നടത്തുന്ന സമയത്ത് അതീവ സൂക്ഷ്മത പാലിക്കണം. പ്രിയപ്പെട്ട സ്ഥാനാർത്ഥികൾ തെരുവോരങ്ങളിൽ 3-4 മണിക്കൂറോ നീണ്ടു നിൽക്കുന്ന വിജയാഹ്ലാദ പ്രകടനങ്ങൾ നടത്തി ഇനി അടുത്ത ഇലക്ഷന്റെ കാലത്ത് ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങുന്ന സ്വഭാവം ഉണ്ടാവാൻ പാടില്ല. നിരന്തരമായി ജനങ്ങളുടെ ഇടയിൽ വേണം, അതല്ലെങ്കിൽ ജനങ്ങളോടുള്ള വഞ്ചനയാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ഓരോ ഇലക്ഷൻ കാലം കഴിയുന്ന സമയത്തും പറയുന്ന വാക്കുകളെ കൊണ്ട് മിണ്ടാത്ത എത്ര കുടുംബങ്ങളുണ്ട്, അങ്ങനെ തെറ്റിപ്പോയ എത്ര ജ്യേഷ്ഠാനുജന്മാരുണ്ട്, അധികാരത്തിന് വേണ്ടി ഏതോ രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി തെറ്റിപ്പോയ എത്ര ആളുകളുണ്ട്. അപ്പൊ അതിൽ നിന്നെല്ലാം നമ്മൾ മാറി നിൽക്കേണ്ടതുണ്ട്. അതിൽ നിന്നെല്ലാം നമ്മുടെ ചിന്തയെ നമ്മൾ മാറ്റി നിർത്തേണ്ടതുണ്ട് എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. പരിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തിയല്ലോ, ലാ യസ്ഖറു ഖൗമുൻ മിൻ ഖൗമിൻ, ഒരു ജനവിഭാഗം മറ്റൊരു ജനവിഭാഗത്തെ തെറിവിളിക്കാൻ പാടില്ല. നിങ്ങൾ വിജയിച്ചു എന്ന് കരുതി പരാജയപ്പെട്ടവരെ നിങ്ങൾ തെറിവിളിക്കാൻ പാടില്ല. അസാ അൻ യകൂനു ഖൈറൻ മിൻഹും, ശരിയാണ്, നിങ്ങളാണ് വിജയിച്ചത്, പരാജയപ്പെട്ടവരെക്കാൾ നിങ്ങൾക്കാണ് ആധിപത്യമുള്ളത്, ശരി തന്നെയാണ് എന്ന് കരുതി നിങ്ങൾ ഒരാളെയും ചീത്ത വിളിക്കാൻ പാടില്ല, നിങ്ങൾ ഒരാളെയും കളിയാക്കാൻ പാടില്ല എന്ന് പരിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങൾ വിജയിച്ചവരാണ്, നിങ്ങളുടെ കയ്യിൽ അധികാരമുണ്ട്. നിങ്ങൾ വാർഡ് മെമ്പറോ ഡിവിഷൻ മെമ്പറോ മുനിസിപ്പാലിറ്റി മെമ്പറോ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറോ ജില്ലാ പഞ്ചായത്ത് മെമ്പറോ ആരോ ആയിക്കോട്ടെ, പക്ഷെ പരാജയപ്പെട്ടവരുടെ മേലിൽ നിങ്ങൾ തെറിവിളിക്കാൻ പാടില്ല. നിങ്ങളുടെ പാർട്ടി വിജയിച്ചു എന്ന് പേര് കരുതി നിങ്ങൾ തെറിവിളിക്കാൻ പാടില്ല. എന്നിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട അധ്യാപനം പരിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ്, വലാ തൽമിസു അൻഫുസകും, വലാ തൽമിസു അൻഫുസകും, നിങ്ങൾ അന്യോന്യം കുത്തുവാക്ക് പറയാൻ പാടില്ല. വിജയിച്ചു എന്ന് കരുതി മറ്റുള്ളവനെ കുത്തുവാക്ക് പറയാൻ പാടില്ല. അവനാണ് എന്ന് മനസ്സിലാക്കാത്ത രൂപത്തിൽ അവനെ കുറിച്ച് കുത്തിപ്പറയുന്ന വാക്കുകൾ, വ്യംഗ്യമായ വാക്കുകൾ അത് നിങ്ങൾ പറയാൻ പാടില്ല. വലാ തനാബസു ബിൽ അൽഖാബ്, നിങ്ങൾ ഇരട്ട പേരുകൾ വിളിക്കാൻ പാടില്ല, പരിഹാസ പേരുകൾ വിളിക്കാൻ പാടില്ല. പരിശുദ്ധ ഖുർആനിന്റെ അധ്യാപനങ്ങളാണ്.
ഇലക്ഷൻ പാട്ടുകളിലും ഇലക്ഷന്റെ ഉച്ചഭാഷണിൽ നിന്ന് പുറത്തേക്ക് വരുന്ന വാചകത്തിലുമൊക്കെ ഈ രൂപത്തിലുള്ള തെറിവാക്കുകളുണ്ടെങ്കിൽ, പരിഹാസവാക്കുകളുണ്ടെങ്കിൽ, ഇരട്ടപ്പേരുകളുണ്ടെങ്കിൽ, കളിയാക്കുന്ന വാക്കുകളുണ്ടെങ്കിൽ അതൊന്നും ചെയ്യാൻ പാടില്ല എന്ന് പരിശുദ്ധ ഖുർആനിന്റെ അധ്യാപനമാണ്, അള്ളാഹുവിന്റെ കൽപ്പനയാണ്. അതുകൊണ്ട് ദുനിയാവ് എന്ന് പറയുന്നത് ആഖിറത്തെ വിറ്റുകൊണ്ട് സമ്പാദിക്കേണ്ടതല്ല. അതുകൊണ്ട് ആഹ്ലാദ പ്രകടനങ്ങളെല്ലാം നടത്തുന്ന സമയത്ത് അത് നടത്തേണ്ടത് തെരുവോരങ്ങളിൽ തെറി വിളിച്ചുകൊണ്ടോ പടക്കം പൊട്ടിച്ചുകൊണ്ടോ മധുര വിതരണം നടത്തിക്കൊണ്ടോ അല്ല. മറിച്ച് നിങ്ങളെ വിജയിപ്പിച്ച ഓരോ വോട്ടർമാരുടെയും ഹൃദയത്തിൽ അടുത്ത 5 വർഷത്തേക്ക് നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയണം. അങ്ങനെ ജീവിക്കാൻ കഴിയുമ്പോഴാണ് നിങ്ങൾ യഥാർത്ഥ ഭരണാധികാരികളാകുന്നത്. കൂട്ടത്തിൽ ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തട്ടെ, വിജയിച്ചോ എന്നത് ആഘോഷിക്കാനുള്ള ഒരു കാരണമല്ല, മറിച്ച് പേടിക്കാനുള്ള ഒരു കാരണമാണ് എന്ന് മനസ്സിലാക്കണം. നിങ്ങളെ വോട്ട് ചെയ്ത നിങ്ങളുടെ വാർഡിലുള്ള, നിങ്ങളുടെ മണ്ഡലത്തിലുള്ള, നിങ്ങളുടെ പ്രദേശത്തുള്ള സകല മനുഷ്യരുടെയും ഭരണാധികാരിയാണ് നിങ്ങൾ. ആ മനുഷ്യർക്ക് എന്തെങ്കിലും ഒരു കാര്യം കിട്ടിയില്ലെങ്കിൽ വല്ലാഹി അല്ലാഹുവിന്റെ മുന്നിൽ നിങ്ങൾ ചോദ്യത്തെ നേരിടേണ്ടി വരും. അതുകൊണ്ട് ഇന്ന് വിജയിപ്പിക്കുന്നതിന് വേണ്ടി പിന്നാലെ നടന്നവർ നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ എത്തുമ്പോൾ പിന്നാലെ ഉണ്ടാവില്ല. അതുകൊണ്ട് വിജയിച്ച ആളുകൾ മനസ്സിലാക്കേണ്ടത് ഇതൊരു അമാനത്താണ്, ഇതൊരു അമാനത്താണ്. എ ലീഡർ should be a servant. ഒരു ഭരണാധികാരി എന്ന് പറയുന്നത് അത് ജനങ്ങളുടെ വേലക്കാരനാണ് എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. ജനങ്ങളുടെ സേവകനാണ്. അത് കൃത്യമായി നിർവഹിച്ചില്ല എന്നുണ്ടെങ്കിൽ ഭരണാധികാരികൾ അള്ളാഹുവിന്റെ മുന്നിൽ ഉത്തരം പറയേണ്ടി വരും. അള്ളാഹു കാക്കട്ടെ.